ഭയങ്കര ആരാധന. ആരാധന എന്നൊക്കെ പറഞ്ഞ മീര യു അഗൈൻ. കഴിഞ്ഞ പൊങ്കാലൊക്കെ കണ്ടതാ, പിന്നെ എപ്പോഴാ കാണുന്നത്? ഞാനേ ആരാധന എന്ന് പറഞ്ഞോട്ടെ. ഈ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാൻ ഞാൻ കണ്ടപ്പോ മനസ്സിലായി. കുളിച്ചോണ്ട് നിൽക്ക. ഇതിന്റെ നേരെ മുകളത്തെ റൂം ചോരുന്നില്ലല്ലോ. ഇതിന്റെ നേരെ മുകളത്തെ റൂമാ. ഇവിടുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഒച്ചയും പോളും, ഭയങ്കര ഒച്ചയും പോളും. ചാക്കോച്ചെന്നൊക്കെ ഭയങ്കര വിളി. കുളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടി ഇങ്ങോട്ട് പോകുന്നത് ഒന്നും നോക്കിയില്ല. ഭയങ്കര ആരാധന. കുളിച്ചോ? കുളി നടന്നില്ല. അവിടെ ഭയങ്കര ആരാധന. ഞാൻ സത്യം എന്താണെന്നറിയോ, ചാക്കോച്ചനെ കാണാൻ വേണ്ടി ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല. വെള്ളം സിനിമന്റെ ലൊക്കേഷനിലൊക്കെ എത്ര വട്ടം പോയിന്നറിയോ? അതിന് വെള്ളത്തില് ചാക്കോച്ചൻ ഇല്ല. അത് അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. ദുൽഖർ കൊറേ ചീത്ത പറഞ്ഞിന്നെ. ദുൽഖർ സൽമാൻ കൊറേ ചീത്ത പറഞ്ഞു. വെള്ളത്തില് ദുൽഖറും ഇല്ല. അവിടെ ചെന്നപ്പോ കറക്റ്റ് കിട്ടി. ഞാൻ പോയത് കുറുപ്പിന്റെ ലൊക്കേഷനിലേനു. ഒത്ത കയ്യിൽ നിന്ന് പോയതാ. മീര, ഞാൻ നേരത്തെ ഇതിന്റെ മോളിൽ എനിക്ക് എല്ലാം കേക്കാം. ഞാൻ ഒരു സാധനം കേട്ട്, പണ്ട് കുട്ടിക്കാലത്ത് മീര എന്താണ് പറഞ്ഞേ? ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇത്തിരി കുറവായതിന്റെ പേരിൽ ചാക്കോച്ചൻ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ഫ്രണ്ടിലെല്ലാം 10ാം ക്ലാസ്സിൽ നല്ല സുന്ദരി പെമ്പിള്ളാര് വന്നു നിന്ന് അങ്ങ് ഫോട്ടോ എടുക്കാനും കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണേ. ഞാനാണെങ്കിൽ ഒരു മതിലിന്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറി, ഒന്നും നോക്കിയില്ല. കാരണം ചാക്കോച്ചനാ വന്ന് നിൽക്കുന്നത്. ചാക്കോച്ചനാണെങ്കിൽ നിറത്തിലെ പാട്ട് വിട്ട് അവിടെ ഡാൻസും തുടങ്ങി. ആവേശം മൂത്ത് ഒരു ചെറിയൊരു അര മതിലിന്റെ മോളിൽ കയറി വന്ന് വീണു. ഏറ്റവും വലിയ പാട് എനിക്കുള്ളത് ഇവിടെ അന്ന് ചാക്കോച്ചന്റെ പേരിൽ വീണതിന്റെ. പൊക്കി കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ കാണിച്ചു അല്ല, പക്ഷെ സത്യം ചാക്കോച്ച ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ ഫാൻസിന് അത് വിശ്വാസമില്ല. ഞങ്ങൾക്കത് കാണണം. വിശ്വാസം ആർക്കെങ്കിലും കള്ളക്കഥയല്ലേ അത്? വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കാണണം. ചാക്കോച്ചന് ചെറിയൊരു വിശ്വാസക്കുറവ്, ചെറിയൊരു മൂളലിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. വിശ്വാസമില്ല ഞങ്ങൾക്ക്. ചെറുതല്ല, എനിക്ക് തീരെ വിശ്വാസമില്ല. അപ്പൊ വ്യക്തമായിട്ട് കാണണം. ഞാൻ ഈ വള്ളി ഊരിങ്ങി വിടും കേട്ടോ. വിടണ്ട, ഞാൻ തന്നെ ഊരിത്തരാം. ഞാൻ റെഡിയാ. ചാക്കോച്ചൻ എനിക്കറിയാ, ഫുൾ ടൈം സ്ലിപ്പായി വീഴുന്ന ആളല്ലേ. ഭയങ്കര ഫാനാട്ടോ. നിങ്ങളൊക്കെ സിനിമ കണ്ടാണ് ഞാൻ ചാക്കോച്ചന്റെ ഭയങ്കര ഫാനായത്. ഈ ഒരു നിമിഷത്തില് മീര ചാക്കോച്ചനെ സ്നേഹിക്കുന്ന പോലെ മീര എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ എന്ന് പറഞ്ഞ ശരിയല്ല, സ്വകാര്യമാണ്. ബോഡി ടച്ചിങ് ഒന്നും പറ്റത്തില്ല കേട്ടോ. ബോഡി ഒരു ടച്ചും ഇല്ല. ഞാൻ കുറച്ച് ഇടയ്ക്ക് നിൽക്ക്. പഴയതുപോലെ പിന്നെ പൊങ്കാലക്ക് പോയിട്ട് വാ. ഈ സീനിൽ സത്യം പറഞ്ഞ മീരയില്ല. ഞാൻ ഏത് സീനിലാ ഉള്ളത് ഒന്ന് പറഞ്ഞേ. കൊറേ നാളായല്ലോ ഞാൻ സീനിലില്ല. ഇനി ഇതിന്റെ പേര് എനിക്ക് ആവില്ല. റൂമിൽ നിന്ന് തന്നെ പറഞ്ഞു വിടരുത്. ഭയങ്കര ആരാധന കേട്ടോ. ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചാക്കോച്ചന്റെ സിനിമകൾ കണ്ടിട്ട് അതുപോലെ പണ്ട് കാലം തൊട്ടേ അതിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ട് ഓർമ്മയില്ല, എന്റെ പ്രണയങ്ങളൊക്കെ ചാക്കോച്ചന്റെ റൂട്ടിലായിരുന്നു. അനിയത്തിപ്രാവില് മറ്റെന്തായിരുന്നു നമ്മുടെ ഈ ഇത് കുടുങ്ങൂലേ, ശാലിനിയുടെ മാല കുടുങ്ങി, ചെയിന് കുടുങ്ങി, അങ്ങനെയുള്ള റൂട്ടാക്കാൻ ഒരു ചെറിയ പ്ലാൻ ഐഡിയ ആവുന്നുണ്ടല്ലോ. ഈ ചെയിൻ കൊടുക്കുന്ന സീനില്ലേ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു കണക്ഷൻ കിട്ടിയല്ലോ. അതേപോലെ അല്ല, അങ്ങനെ പ്രണയത്തിന് ചെറിയ സാധനം വീണല്ലോ. അതേപോലെ എന്റെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടീനെ മാല പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ കണക്ഷൻ ഒന്നും കിട്ടിയില്ല. പക്ഷെ 6 മാസം ജയിലിൽ കിടന്ന് എനിക്ക് മനസ്സിലാവാത്ത റോൾഡ് ഗോൾഡ് പിടിച്ചതിന് മനസ്സിലായില്ല. ഇതേപോലെ ദോസ്ത് സിനിമ, കൂട്ടുകാരന്റെ പെങ്ങളെയാണല്ലോ പ്രണയിക്കുന്നത്. ഇതേ റൂട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ചാക്കോച്ചൻ എന്ത് ചെയ്താലും അത് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെ ഇതേപോലെ ഞാൻ പ്രണയിച്ച്. ഇത് കണ്ട എന്താണ് ഓളെ വളയ്ക്കാൻ നോക്കിയതാ. കൈ ഇപ്പൊ എത്രേ വളയുള്ളൂ. ഓ തച്ചങ്ങോട് വളച്ചാൽ ഞാൻ ഇത് എത്ര അക്കപ്പെടെ. കസ്തൂരിമാൻ സിനിമയിൽ എന്തായിരുന്നു, കളക്ടറായി കോഴിക്കോട് ജില്ലാ കളക്ടർ ഓഫീസിൽ ഞാൻ ചെന്ന് എനിക്ക് കളക്ടർ ആണെന്ന് പറഞ്ഞിട്ട് ആ ചങ്ങായി മുഖത്തേക്ക് ഒറ്റ വർത്താനം. 10ാം ക്ലാസ് മിനിമം ഇല്ലാത്തവരെ ഇങ്ങനെ കളക്ടറാക്കാൻ പറ്റൂല. അല്ല, നിങ്ങൾ എത്ര വരെ പോയിട്ടുണ്ടായിരുന്നു? ഏത് നിങ്ങൾ എത്ര വരെ പോയിട്ടുണ്ടായിരുന്നു? ഓസയ്ക്ക് വിവരമുണ്ട്. 7ാം ക്ലാസ്. നിറം സിനിമയിൽ സോന ഓർമ്മ ഉണ്ടോ? എന്ത് കണ്ടാലും ഷെയർ ചെയ്യും. ഇതിനു വേണ്ടി സോന എന്ന് പേരുള്ള ഒരു പെൺകുട്ടിനെ ഞാൻ തെരഞ്ഞു കണ്ടുപിടിച്ച്, എന്നിട്ട് ഞാൻ ഓളുമായിട്ട് ഭയങ്കര സൗഹൃദം ഉണ്ടാക്കി. എന്തിനെങ്കിലും ഞങ്ങളോട് ഷെയർ ചെയ്യും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ 1000 രൂപയുടെ സാധനം വാങ്ങും, ഓള് 120 സാധനം വാങ്ങും. ഷെയറിങ്. പക്ഷെ ഒരു ദിവസം പോലീസ് പിടിച്ചിട്ടോ. ബെഡായി പോയി ഷെയർ ചെയ്ത്. എന്റെ താല്പര്യമില്ല, ഓളെ താല്പര്യം. വേറെ കാര്യം ചാക്കോച്ചന്റെ അടുത്ത് 2018 ഞാൻ കുറെ നോക്കി, കണ്ടില്ലല്ലോ. 2018 ഞാൻ കുറെ ശ്രദ്ധിച്ചത്. 2018 ഇല്ല ഇല്ല 2018 ഞാൻ കണ്ട് സിനിമയിലുണ്ട് ചാക്കോച്ചൻ. പിന്നെ 2018 വർഷത്തിൽ വലിയ സിനിമ ഒന്നും കാര്യമായിട്ട് ചെയ്തില്ല. ആ സമയം ഞാൻ കാര്യമായിട്ട് ഒരു സിനിമകളിലൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കണ്ടില്ല. വേറെണ്ടല്ലോ എന്റെ വീട്ടിൽ. ഈ പുള്ളിയുടെ ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ? എന്റെ പേര് ത്രിപുടേഷ്. പറയാൻ കഴിയോ? അത് പറഞ്ഞോ. ത്രിപുടേഷ്. എവിടെന്നാ വരുന്നേ?
എനിക്ക് ഭയങ്കര സംസാരമാണ്. ഈ എൻ്റെ പാടൊന്ന് കാണിച്ചു കൊടുത്താള്, അതായിരിക്കും നല്ലത്. നേരത്തെ വീണ പാട് ചേട്ടനെ ഞാൻ മാറി നിർത്തി കാണിച്ചു തരാം കേട്ടോ. ആണ്. ചോക്ലേറ്റ് ഹീറോ ആണ്. ചോക്ലേറ്റ് ഹീറോ. ചാക്കോച്ചൻ പറഞ്ഞ ഫാൻസിനൊക്കെ ചോക്ലേറ്റ് കൊടുക്കാം. ഒന്ന് പറഞ്ഞാ കൊടുക്കാം. പറഞ്ഞു. ചോക്ലേറ്റ് ഹീറോ ആണ് ഞങ്ങളുടെ. എനിക്കും അപ്പൊ ചോക്ലേറ്റ് ഹീറോ ഈ പാട് കാട്ടിട്ട് തരാം. ചോക്ലേറ്റ് ഹീറോ നിങ്ങൾ എല്ലാവരും എത്ര ചോക്ലേറ്റ് വേണമെങ്കിലും, എത്ര ഇതുപോലെ എത്ര ചോക്ലേറ്റ് തന്നതാ എന്നിട്ട് തേച്ചില്ലേ? അപ്പൊ ഓക്കെ പെട്ടി പിടിച്ചോട്ടോ. വീട്ടിലേക്ക് ഒരൊറ്റ വീഡിയോ കോൾ ചെയ്തിട്ടോ. ആരാധന മൂത്തിട്ട, വേറെ ഒന്നുമല്ല, ആരാധന കൊണ്ടാ. വീട്ടിലേക്ക് അമ്മക്ക് ഭയങ്കര കാര്യമാവും. ഒരു മിനിറ്റ്, ആ കണ്ണടയാണ്. അമ്മ ഞാൻ ചാക്കോച്ചന്റെ ഫാൻസ് മീറ്റിന് വന്നതാ. ഏതാണ് ചാക്കോച്ചന് മനസ്സിലായില്ല? അമ്മ മറ്റേത് ഞാനൊരു ക്ലൂ തരാം. ക്ലൂ തന്നാ മനസ്സിലാവും അമ്മയ്ക്ക്. നല്ല പ്രായമുണ്ട്, പക്ഷെ മുഖത്ത് കണ്ടാ തോന്നൂല. അതന്നെ കിട്ടി. ഒരു ഹായ് പറ. ഹായ് അമ്മേ, ഇങ്ങനത്തെ ഒരു മകനെ കിട്ടിയതേ പുണ്യമാണ്, പുണ്യം. ഏട്ടനെ ഒന്ന് വിളിക്കൂ. ഓന് ഡയലോഗാണ്. ഒന്ന് വിളിക്ക്. ഞാനും ചാക്കോച്ചനും കമ്പനി എന്നോ വിശ്വസിക്കുന്നു. ഏട്ടനെ എന്ത് കമ്പനി? എന്ത് പറഞ്ഞാളി വെറുതെ, അല്ലെങ്കിൽ ഓൻ വലിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളാ. ആണോ? എടാ നോക്കി, നമ്മള് ടീമാണ്. കണ്ടോ ഞാൻ നിക്കണ കോലം? എന്റെ റൂമിലാണോ? എന്റെ ഡ്രസ്സ് നോക്ക്, എന്റെ റൂമിലാണ് ഞങ്ങള്. ഇത് കഴിഞ്ഞാൽ ഞങ്ങള് ബാറിൽ പോവും, വെള്ളടിക്കേ. നമ്മള് പോവും, നമുക്ക് പോവാ. എടാ ചേച്ചിന്റെ ചെറുത് നിക്കി പോയിന്ന് ഒന്ന് കാണിക്ക്. നിക്കി പോയിന്ന് മോനെ അങ്ങോട്ടൊക്കെ. എടാ ചെക്ക, കഴിഞ്ഞ ദിവസം അത് ക്രിസ്മസ് പാപ്പ അല്ലോടോ ഇത് ചാക്കോച്ചൻ. ഇങ്ങോട്ട് നോക്ക്. കഴിഞ്ഞ ദിവസം ഈ തിന്നുന്നതിനകത്ത് ഞാൻ കൈയിട്ടപ്പോ ഞാൻ എന്റെ മമ്മീനോട് പറഞ്ഞു കൊടുത്തില്ലേ? ഇങ്ങോട്ട് നോക്ക്. ചെറുതിനെ മറ്റൊന്ന് ഏത്? ഒത്തിരി സ്വപ്നങ്ങളൊന്ന് പാടിക്കൊടുക്കും കുട്ടിക്ക്. പാട്ട് പാടാൻ ഉറങ്ങിക്കോളൂ പ്ലീസ്. എന്റെ ചാക്കോച്ചൻ ഒന്ന് പാടിക്കൊടുക്കി. ഒത്തിരി സ്വപ്നങ്ങൾ ഞാനിങ്ങനെ പറയുള്ളൂ. പറഞ്ഞാ മതി. പറഞ്ഞു കഴിഞ്ഞു. ഒത്തിരി ഒന്ന് പ്ലീസ്. കരയിലാണ് പാടിത്തരാം. ഒന്ന് പാടിക്കൊടുക്കണം. ഒന്ന് പ്ലീസ്. മോള് പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്. ശുക്രിയയിൽ പിടിച്ചാലോ? ശുക്രിയ പിടിക്കുന്നത് അതിന്റെ ആളുണ്ട്. ശുക്രിയ. ആയി വെച്ചോളി, വന്നിട്ട് തരാം. എല്ലാത്തിനും എല്ലാം ഒന്ന് പുറത്താണ്. ഒറ്റ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആരാധിക ഒന്ന് കയറി വരണം പ്ലീസ്. ഒരു ആരാധിക ആരെങ്കിലും ഒന്ന് വന്നേ, ഒരു കൈയടി കൊടുത്തേ. നെഞ്ചിനകത്ത് ആരാധിക കയറി വന്നു. ആരാധിക ചാക്കോച്ച, എല്ലാം ചാക്കോച്ചന് വേണ്ടിയാണ്. എല്ലാം ചാക്കോച്ചന് വേണ്ടി. ആരാധിക എന്ന് വന്ന ഒരു വൻ പരിപാടി നടക്കാൻ പോവാ. എറണാകുളം ഞെട്ടാൻ പോവുക. ആരാധിക അവിടെ നിന്നോ ഒരു വൻ പരിപാടി നടക്കാൻ പോവാ. ഈ പ്രേക്ഷകരുടെ കണ്ണുകളെല്ലാം സ്റ്റേജിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആരാധികയുടെ പേരെന്താണ്? മഞ്ജിമ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. മഞ്ജിമ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. ഏതൊരു ആരാധികയുടെയും സ്വപ്നമാണത്. മഞ്ജിമ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. വലിയ കൈകടിക്കുള്ളിൽ എറണാകുളം ജംഗ്ഷന് നടുക്കിൽ മഞ്ജിമ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, പ്രപ്പോസ് ചെയ്തോ. ആരെന്നാ ഇവിടെ എന്താ ഇത്ര കൺഫ്യൂഷൻ? ആരെ പ്രപ്പോസ്? എന്താണ് ചെയ് ഇയാളെ തന്നെ. ചെയ്തോ, ഉറച്ചു ചെയ്തോ. മറ്റേ ഉണ്ടോ? ഇവള് പറയുന്നത് കേൾക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? മൈക്ക് ചെയ്തോ. എനിക്ക് ഒരു ലുക്കിന് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം. നോക്കിയ രണ്ടോളം ഒരു ലുക്കല്ലേ? റെഡി. മാറി താഴെ ഇരുന്നാൽ പ്രപ്പോസ് ചെയ്യായിരുന്നു. എന്തിന് ഞാൻ തയ്യാറാ. ബാക്കിലായിട്ട് ഇരുന്നാലേ ചെയ്തോ. അതായത് മറിഞ്ഞിരിക്കും. നീ കുറച്ചുകൂടെ പിറകെ പോ. കുറച്ചുകൂടെ. അതിന് കുറച്ചുകൂടെ താന്നിരുന്നു.